ഗൈസ് എല്ലാവരും നമ്മുടെ സിറ്റിലേക്ക് സ്വാഗതം. ഞാനിതവിടെ ഒരു ഇലശ്ശേരി വെക്കാൻ പോവുകയാണ്. എനിക്ക് തേങ്ങ വറുക്കുകയാണ്. ഇലശ്ശേരി വെക്കാൻ പോവുകയാണ്. എനിക്ക് തേങ്ങ ഇടിച്ചക്കയും ചേമ്പും വാഴയ്ക്കും കൂടി ഇലശ്ശേരി ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. എനിക്ക് രസം കരിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മക്കളെ നല്ല ഇലശ്ശേരിയാണ് വെക്കാൻ പോകുന്നത്. നല്ല ഇലശ്ശേരിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. നല്ല ഒന്ന് വറുത്ത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞങ്ങൾ ചൂടാകാൻ വെക്കാൻ പോകും. നല്ല രസം ഉണ്ടാവും ഇലശ്ശേരിക്ക്. ഉച്ചക്ക് ഇലശ്ശേരി ആരും വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അധികം ആൾക്കാരൊന്നും ഇടിച്ചക്കേണ്ട ഇലശ്ശേരി വെച്ചിട്ടുണ്ടാവില്ല അല്ലേ മക്കളെ? കഞ്ഞാലിന് വാങ്ങിക്കഞ്ഞവേ അടിപൊളി ഒരു ഇടിച്ചക്കട ഇലശ്ശേരിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. നല്ലോണം തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് മൂത്ത് വരട്ടെ. എന്നാലാണ് ആ ഇടിച്ചക്കട ഇലശ്ശേരിക്ക് നല്ലൊരു മണം ചൂടൊക്കെ കിട്ടുള്ളൂ. നല്ലോണം മൂത്ത് വരട്ടെ. നല്ലോണം മൂത്ത് വന്നാലാണ് ചോക്കണ വരുന്നുണ്ട്. ഇനി അത് ഇതാ ഇലശ്ശേരി വെക്കാളെ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ കുറച്ച് വെള്ളം പാർന്നെടുക്കുകയാണ്. കുറച്ച് വെള്ളം പാർന്നിട്ടുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ പാർന്നിട്ടുണ്ട്. അര കപ്പ് വെള്ളം പാർന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു നുള്ളു മുളക് പൊടി, അല്ലാതെ ഇലശ്ശേരിക്ക് എരി പറ്റില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ജീരകം വേണം. ഒരു അര സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ലേസത ഒരു സ്പൂണ് ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ എനിക്ക് വെളിച്ചക്ക കൊട്ടാൻ പോവുകയാണ്. വെളിച്ചക്ക ഇത്ര വലിയ കഷ്ണമായിരിക്കണത് അത് നല്ലോണം വെന്തിട്ട് നമ്മളൊന്ന് ഉടക്കും. അതൊന്ന് അതിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ചേമ്പ്, നല്ല പാൽച്ചേമ്പ്, പൊണ്ണമ്പഴം കൂട്ടാമക്കായ എന്നൊക്കെ പറയും. അപ്പോൾ അതും ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഇരിക്കുമ്പോൾ എല്ലാവരും കൂട്ടിയിട്ടുണ്ടെങ്കിൽ നടക്കി കൊടുക്കണം. ആക്കി കൊടുക്കാൻ പോകുന്നത് നടക്കിയിട്ട് എല്ലാവർക്കും ജീരകത്തിൻ്റെ ദ്വാരമൊക്കെ പണം കൊടുത്ത് ഒന്ന് പിസിലടിക്കണം. അതിക്കാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അതാ 2 സ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായി ഒന്ന് വെന്ത് വരട്ടെ മക്കളെ. ഞാൻ ചങ്കണേ വെന്ത് വന്നാൽ ഇതിൻ്റെ അകത്ത് ചോറിന് പാർന്ന് കഴിച്ചാൽ എന്താ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ 2 പച്ചമുളക് കൊടുക്കണം. ഞാൻ 2 പച്ചമുളക് ഞാൻ എരിവ് പറ്റില്ല. തക്കാളി മുളക് ഒന്നും കൂട്ടില്ല. പിന്നെ ഇത് പച്ചമുളക് എണ്ണം കൂട്ടും, തക്കാളി കൂട്ടില്ല, പുളി വാരില്ല, അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇലശ്ശേരി എല്ലാം തൊട്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനൊന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾ ഗ്യാസ് അടച്ചാക്കാൻ പോവുകയാണ്. അല്ല ഗ്യാസ് ഓണാക്കാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് നമുക്ക് കുക്കർ അടച്ച് വെക്കണം. കുക്കർ മൂടി വെക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഗ്യാസ് ഓണാക്കാൻ പോവുകയാണ്. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. ഹലോ ഗൈസ്, ഞാൻ ഇതിലേക്ക് മിക്സിയിലേക്ക് മുതല പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മുതല പുഴുങ്ങി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ അത് തേങ്ങ വറുത്ത് വെച്ചത്, തേങ്ങയും പച്ചത്തേങ്ങയും കൂട്ടിയിട്ടാണ് മിക്സ് ആക്കിയിട്ടാണ് ഇത് വറുത്ത് വെച്ച തേങ്ങ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് അരച്ച് വരണം. നല്ലോണം അരച്ച് വരണം. ഇത് രണ്ടും പാടെ കൂടിയിട്ട് നല്ലോണം അരച്ച് വന്നാലാണ് ആ ഇലശ്ശേരിക്ക് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ചങ്കകൾ ഒന്നും പറയണ്ട. അവിടെ തിന്നാണ്ടല്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് തുള്ളി വെള്ളം പാർന്നിട്ട് ഒന്ന് അരച്ച് വരാൻ പോവുകയാണ്. ഫൈനായിട്ട് അരച്ചെടുക്കണം. തുള്ളി വെള്ളം പാർന്നിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇലശ്ശേരി ചേമ്പും പിന്നെ എന്താ വാഴയ്ക്കും പിന്നെ ഇടിച്ചക്കൊക്കെ ഇവിടെ ലെവലായി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി പീസിലൊന്ന് കളയണം. അപ്പോൾ നമ്മളെ ചേമ്പും ഇതൊക്കെ പറഞ്ഞ് ഉടക്കണം. അതിൻ്റെ അപ്പോൾ തന്നെ വെന്ത് വന്നിക്കണു. അപ്പോൾ അതിൽ ഞാൻ ഉടച്ച് സെറ്റാക്കാൻ പോവുകയാണ്. അങ്ങനെ കുത്തി കിടക്കണം. നല്ലോണം രസം ഉണ്ടാവുള്ളൂ. നല്ലോണം ഒന്ന് ഉടച്ച് സന്നാക്കണം. നല്ലോണം ഉടച്ച് വരട്ടെ. ആ ചേമ്പോ ഇടിച്ചക്കൊക്കെ നല്ലോണം ഒന്ന് ഉടയണം. എന്നാലും മക്കളെ അതിൻ്റെ ടേസ്റ്റ്. നമ്മളെ ഇടിവെട്ട് ഇലശ്ശേരിയാണ് ഇടിവെട്ട്. നമ്മളെ ഇടിവെട്ട ഉടഞ്ഞ് നല്ലോണം ഉടച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ട ഉടഞ്ഞ് വന്നിട്ട്
ഇങ്ങനെ ഉടഞ്ഞു വരുന്നില്ല. ഇങ്ങനെ ഉടഞ്ഞു വന്നാൽ അതിനകത്ത് ശരിക്കും തന്നെ ടേസ്റ്റ് കിട്ടുള്ളൂ. പയ്യനായി വന്നു ഞാനൊക്കെ നമ്മളതിലേക്ക് അരച്ച് വെച്ചത് പാരാൻ പോവുകയാണ്. നമ്മളെ മുതലയും തേങ്ങയും പാടെ വറുത്തരച്ചിട്ടുണ്ട്. അതാ വറുത്തരച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് പാർന്നു കൊടുക്കാൻ പോവുകയാണ് മക്കളെ. നടക്കാം ഇങ്ങനെയാണ് നമ്മൾ അരശ്ശേരി, ഇടിവട്ട അരശ്ശേരിയാണ്. ഇങ്ങനെയാണ് നമ്മൾ അരശ്ശേരി ഉണ്ടാക്കണം. ഉടഞ്ഞ് നല്ലോണം ഈ തേങ്ങ കുറ്റാൻ അതിൻ്റെ ടേസ്റ്റ് വേറെ. കുറച്ച് വെള്ളങ്ങൾ നമുക്ക് വേണം. പൊന്നാറിൻ്റെ മാണിക്കക്കല്ലുകളെ ഇതൊന്നും പറയില്ല, നല്ല ടേസ്റ്റാണ്. മിക്സി ഒന്ന് ചുവറ്റി പാരണം, കുറച്ചും കൂടി ചുവറ്റി പാരണം. ആ മുതൽ അതിൻ്റെ അടിയിൽ കുടിച്ചിരിക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ അരശ്ശേരി. ഞാൻ തൂമിക്കണം. തേങ്ങ വറുത്തിട്ട് ഇതിക്ക് പാരണം. ഉപ്പുണ്ടോ നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാൻ നല്ല ടേസ്റ്റ്. ഈ കറി കൂട്ടാൻ ചോറും പപ്പടം ഉണക്കമാന്തളമാണ് ഇതിലേക്ക് ഫസ്റ്റ്. ഞാൻ ഇവിടെ പൊരിച്ച് വെച്ചിരിക്കുന്നത് പച്ചമീൻ പൊരിച്ചിട്ടുണ്ട്. പച്ചമീൻ ഉണക്കമാന്തളം പൊരിക്കണം. ഉണക്കമാന്തളം നല്ല ചമ്മന്തി അടിപൊളിയാണ്. നമ്മുടെ ഇവർക്കൊക്കെ കടി ഉണ്ടാക്കണം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ ചൂരുണ്ട്, അടിപൊളി മീനാണ്. ഞാൻ മറച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. മറച്ചിട്ട് കൊടുക്കുകയാണ്. ഈ ചൂരയാണ്. അപ്പോൾ അത് ഈ കൊള്ളണം. അപ്പോൾ അതൊന്ന് ലെവലായി വരണം. നല്ല മൂത്തിട്ടുണ്ട്. അങ്ങനെ മൂത്താലാണ് മക്കൾക്കൊക്കെ ഇഷ്ടം. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല മീൻ പൊരിച്ചത്. മീൻ പൊരിച്ചതൊന്നും അവർക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഇതിനേക്കാളൊക്കെ ഇഷ്ടം ഉണക്കമീനാട്ടെ. ഞാൻ ഉണക്കമീനാണ് എനിക്ക് പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ഇതൊരു പല്ല്. ഇത് ചൂര ഒരു ഭാഗത്ത് ചൂരുണ്ട്, ഒരു ഭാഗത്ത് പല്ലുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. നല്ലോണം മൂത്ത് വന്ന ശേഷം നമ്മൾക്ക് നമ്മൾ അരശ്ശേരിക്ക് ഉള്ളി, കടുക്, കരിവേപ്പിൻ്റെ ഇല, തേങ്ങ വറുത്തിട്ട് കൊടുക്കും. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ മക്കളെ. പാട്ട് വിളിച്ചിട്ടുണ്ട്. പാട്ടിൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാനായിരുന്നു ഭക്ഷണം അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇരട്ടയിൽ പോലെ ലെവലായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ചൂടായിരുന്നു ശേഷം ഞങ്ങൾക്കതിലേക്ക് വാങ്ങി കൊടുക്കും. ഓ മീനിയോ? മീനി അവർക്ക് മീനി വേണമെന്നാണ് ചോദിച്ചത്. എൻ്റെ പാട്ട് മീൻ വേണോ? അവർക്ക് മീനി വേണോ? ചോറ് കഴിച്ചാൽ കുറച്ച് പിന്നാക്കാൻ പാട്ട്. ചോറ് കഴിച്ചാൽ ഇങ്ങനെ വായി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കുറേ നേരം. പിന്നെ അതിൻ്റെ പാട്ട് കിടക്കുള്ളൂ. പാട്ടിനെ എല്ലാവരും അടിപൊളിയാക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ബെൽബട്ടനും വേണം അമർത്തിക്കോളി മക്കളെ. അങ്ങനെ എല്ലാവരും വേണം അമർത്തിക്കോളി. അല്ലേ? അങ്ങനെ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ നീന്തണം മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനടുത്തും ഗ്യാസിൻ്റെ നമ്മൾ മാറ്റാൻ പോകുകയാണ്. നമ്മളെ ശരി സെറ്റായിട്ടുണ്ട്. നോക്കാം, ചൂടായി വന്നിട്ട് ഞാൻ ഗ്യാസ് വന്ന് വാങ്ങി വെക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ അടി പിടിക്കുക. കാരണം കുറുന്നനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് വന്ന് മാറ്റാൻ പോവുകയാണ്. നമ്മൾ ഉള്ളി കടവൊക്കെ തൂമിക്കാൻ പോവുകയാണ്. അത് അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ എണ്ണ വാങ്ങി കൊടുക്കുക. എണ്ണ വെളിച്ചെണ്ണ വാങ്ങിട്ടിട്ടുണ്ട്. ഞാൻ ചൂടായി വരട്ടെ. നല്ലൊന്ന് ചൂടായി വരട്ടെ. ഉണക്കമുളക് പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് രസം കിട്ടുള്ളൂ. നമ്മളെ കറിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. നല്ലോണം മൂത്ത് വരട്ടെ. നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ പൊന്നാര മക്കളെ. ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്ന് നല്ലോണം മൂത്ത് വരട്ടെ. ഉള്ളി തോമിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിൽ കാട്ടാൻ മറന്നു. ഇതാ ഉള്ളി കണ്ടോ, ഉള്ളിലേക്ക് തോമിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഉള്ളിയും കടുകും കൂടി ഇതാ തോമിച്ചിട്ടുണ്ട്. ഉള്ളിയും കടുക്, വറ്റൽമുളക്, വേപ്പിൻ്റെ ഇല ഞാൻ ഇളക്കി കൊടുക്കണം. ഇതാ അത് ഇളക്കി കൊടുക്കും. നമ്മൾ തേങ്ങ വറുത്ത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. തേങ്ങ വറുക്കണം. തേങ്ങ വറുത്തിട്ട് കൊടുക്കാൻ പോവുകയാണ്.
പൊന്നാറിൻ്റെ മക്കളെ നമ്മൾ അലശ്ശേരി ഇവിടെ നല്ല ടേസ്റ്റുള്ള അലശ്ശേരി ഞാൻ കഴിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ വറുത്തിടണം. തേങ്ങ വറുത്ത് കാത്തുന്നൊക്കെ പറഞ്ഞത് രസമാണ്. തേങ്ങ ഉണ്ടോ പച്ച തേങ്ങ അത് ഞങ്ങൾ ഒന്ന് തികൊണ്ട് ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് കല്ല് ചേർത്ത് മൂത്ത് വരാം. അതൊന്ന് മൂത്ത് നല്ലോണം നല്ലോണം മൂത്ത് വരാം. നല്ല മൂത്ത് വരാം. അപ്പോൾ ആദ്യം ഉള്ളി കരിവേപ്പിൻ്റെ കടുക് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉള്ളി ഇടുമ്പോൾ ഞാൻ കടുക് ഇടുന്നത് ചോദിച്ചു. അപ്പോൾ ഉള്ളി കടുക് കൂടി കൂട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതൊന്ന് മൂത്ത് നമ്മൾ തേങ്ങ കണ്ടണം അങ്ങനെ മൂത്ത് വന്നു. എല്ലാവരും തേങ്ങ വല്ലാതെ വറക്കാൻ പറ്റില്ല. അതിലേക്ക് കൊട്ടാൻ പോകാണ് നമ്മളെ എടുത്ത് നല്ല ടേസ്റ്റ്. അപ്പോൾ അത് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടായി ആണ് ഈ കറിക്ക് കണ്ട പ്രത്യേകത. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. തേങ്ങ വറുത്തിട്ട് എന്താ അതിൻ്റെ മണം ഒന്നും കാണില്ല. മൂക്കിലേക്ക് തന്നെ മണത്തിട്ട് ഞാൻ ഇങ്ങനെ ചോറ് കൂടെ കൂട്ടി തന്നാൽ എന്താ രസിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇടിച്ചക്ക് എല്ലാതും സെറ്റായിട്ടുണ്ട്. നല്ല ഇടിപെട്ട് ഇടശ്ശേരി ലെവലായി ഞാൻ വാങ്ങി വെക്കാൻ പോവുകയാണ്. ഇനി ഉണക്കമാന്തൽ പൊരിക്കണം. അപ്പോൾ നമ്മൾ ഉണക്കമാന്തൽ ഞാൻ പൊരിക്കാൻ പോവുകയാണ്. ഗൈസ് ഈ ഉണക്കമാന്തൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതാ ഗ്യാസ് ഓൺ ചെയ്തു. ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ വീസി പാരണം. അത് വീസി പാർന്നിട്ട് അത് നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ ഉണക്കമീൻ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ലേസം ഉണക്കമീനിക്ക് ലേസം കരിവേപ്പില ഇട്ട് കൊടുത്താൽ അത് നല്ലൊരു മണം കിട്ടും. ഞാൻ വീസിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിൽ പിന്നെ വേപ്പിൻ്റെ മുകളിൽ നമ്മൾ ഈ ഉണക്കമീൻ പറ്റി കൊടുത്താൽ എന്താ അതിൻ്റെ മണം കിട്ടണം. പ്രത്യേക മണമാണ്. ഉണക്കമീൻ പൊരിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലാണ് വെക്കണം. അപ്പോൾ ആ വേപ്പിൻ്റെ അടി ഒക്കെ മണം കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റായിട്ടുള്ള ഉണക്കമീനിന്. അതേപോലെ നിങ്ങൾ ഇത് നോക്കുന്നു. ഞാനൊന്ന് മൂത്ത് വെക്കാം. അങ്ങനെ മൂത്ത് വന്നിട്ട് നമ്മൾ നല്ല മൂക്കണം. ഉണക്കമീനെ കടിച്ചാൽ പൊട്ടണം. അങ്ങനത്തെ രീതിയിൽ മൂക്കണം. അങ്ങനെ ആ ഉണക്കമീനിക്ക് വെക്കാൻ കിട്ടും. അപ്പോൾ ഞാനത് സെറ്റാക്കി കൊടുത്തിട്ട് ഞാനൊന്ന് മുരിഞ്ഞ് വെക്കാം. നമ്മൾ ഉണക്കമീത മൂത്ത് വന്നിട്ടുണ്ട്. അത് ചട്ടിയിൽ നിന്ന് മറിച്ച് കൊടുക്കുകയാണ്. മറിച്ച് കൊടുക്കുകയാണ്. നല്ല അടക്കം വരുന്നതിനൊക്കെ മണം കണ്ടിട്ട് അതാണ് ആ രസം. ഉണക്കമീൻ്റെ രസം ആ വേണ്ട വീട്ടിൻ്റെയൊക്കെ മണം ആ ഉണക്കമീൻ കൂടെ കുടിച്ചുപോലെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അന്ന് വെന്ത് വരട്ടെ. ഒന്ന് അടിപൊളിയും അടിവശം കൂടി ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ ചട്ടിയിൽ നിന്ന് പോയി കിട്ടും. ഞാൻ ചട്ടി അലോ കേസ് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ആ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ പോകാം. പച്ചമുളക് കൊണ്ട് എണ്ണ വെളിച്ചെണ്ണ പറഞ്ഞെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ പച്ചമുളക് വറുത്ത് പോരണം. അതിന് അത് ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കട്ടെ. നല്ലോണം വറുത്ത് ഒന്ന് മൂക്കട്ടെ. നല്ല വെളിച്ചെണ്ണയിൽ കാണുന്നത്. ആ വെളിച്ചെണ്ണ നമ്മൾ ചമ്മന്തിക്ക് പാരും. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിൻ്റെ മണം കിട്ടുള്ളൂ. ഉണക്കമുളക് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കോരാൻ പോവുകയാണ്. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വല്ലാതെ കറിഞ്ഞാൽ ചമ്മന്തിയുടെ ടേസ്റ്റ് പോകും. അതിലേക്ക് വറുത്ത് പോരും. ഇനി എനിക്ക് കൊച്ചുള്ളി ചുമന്ന ഉള്ളി ലേശം വലിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ഒരു വണ്ടി നോക്കുക. നമ്മൾ ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അന്ന് മൂത്ത് വരപ്പോഴത്തെ നുള്ളു പുളി വേണം. ഒരു ലേശം പുളി കൊടുക്കുന്നുണ്ട്. നുള്ളി ലേശം പുളി അത് അതിൻ്റെ അതൊന്ന് മൂത്ത് വരട്ടെ. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ട് നമ്മൾ ചമ്മന്തി അരി വെക്കണം. ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഉണ്ട് പാകട്ടെ. അങ്ങനെ നമുക്കത് ചമ്മന്തി അരക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിൻ്റെ കൊല്ലാതെ മണിക്കത്തല്ലാണ് ലേശം ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഉപ്പ് അത് ഇതിരിക്കാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഉപ്പ് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടാൽ മതി. അല്ലാതെ ഉപ്പ് അല്ലെങ്കിൽ രസം കിട്ടില്ല. ഇതൊന്ന് മൂത്ത് നല്ലോണം മൂത്ത് നല്ല ഒന്ന് വെന്താ ഉള്ളിയാണെങ്കിൽ അതിന് ഒന്ന് ഉണ്ടാക്കിയാൽ നമുക്കതിൽ വളഞ്ഞു പോകേണ്ട രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി ലെവലാക്കാം. എല്ലാ മക്കളെ ഈ ചമ്മന്തിയൊക്കെ പാടെ കൂട്ടിയാൽ നല്ലോണം ചോറ് കഴിക്കാനത്. നിങ്ങളും വരില്ല ഉച്ചക്ക് ചോറ് കഴിക്കാൻ. ഇലശ്ശേരി കൂട്ടി ചോറ് കഴിച്ചിട്ട് പോകാം. മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മളെ ഉള്ളി വറുത്ത് കോരാൻ പോകാതെ ഉള്ളി വറുത്തിട്ടതാണ്. ഉള്ളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിന് മാറ്റി വെക്കുകയാണ്.
അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഞങ്ങളിലേക്ക് പാരാൻ പോകും. അപ്പോൾ നമ്മൾ ഉള്ളി സമ്മന്തി ലെവലാകാൻ പോവുകയാണ്. ഞാനിങ്ങനെ കൈ കൊണ്ട് തന്നെ അരിഞ്ഞ് കൊടുക്കാറാണ്. കൈ നീറും അല്ല, ഞാൻ ഞരണ്ടി കൊടുത്തിട്ട് നല്ലോണം മുരിഞ്ഞതല്ലേ, അപ്പോൾ നമുക്കത് ഞരണ്ടി കൊടുക്കാനും പറ്റില്ല. ഞാൻ ഈ സമ്മന്തി ഇങ്ങനെ ഞരണ്ടി കൊടുക്കുക ഈ ഉള്ളി. അപ്പോൾ സമ്മന്തി വല്ലാതെ അരയാനും പാടില്ല, നുടഞ്ഞു വരണം. വേഗം ചതച്ച് വരട്ടെ. ഉള്ളി ഇട്ടിട്ടുണ്ട്, മുളക് ഇട്ടിട്ടുണ്ട്, ചതച്ച് വരട്ടെ. ഇത് ചതച്ച് നല്ലോണം ചതച്ച് വരട്ടെ. നല്ലോണം ചതച്ച് വന്നാലാണ് വല്ലാതെ അരയാനും പാടില്ല, അപ്പോൾ ഈ ടേസ്റ്റ് പോകും. അപ്പോൾ എന്താ ചതച്ച് വരട്ടെ മിക്സിയിൽ. നമ്മളെ സമ്മന്തി ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉള്ളിയും മുളകൊക്കെ കൂടെ വറുത്ത എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ നല്ലോണം ഇളക്കിയാൽ നമ്മുടെ സമ്മന്തി ഇവിടെ സൂപ്പർ സമ്മന്തി ആയി. എന്താ അതിൻ്റെ മണം നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ. ഒന്നും രക്ഷയില്ല. അതൊരു കൂട്ടി കഴിച്ചാൽ ചോറ് ഉറങ്ങുന്നു, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സമ്മന്തി. അപ്പോൾ ഓക്കെ.